അൻസു ടോക്കീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കാര്യം സിനിമയെപ്പറ്റി മാത്രം സംസാരിക്കണം എന്ന് വിചാരിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോൾ കാണും ഫെഫ്കയുടെ മീറ്റിംഗ് നടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ സിനിമാ നിർമ്മാതാക്കളുടെ മീറ്റിംഗ് നടന്നിരിക്കുന്നു. ഇവിടെയൊക്കെ സംസാരിച്ചിരിക്കുന്ന ഒരു വിഷയം താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ താരങ്ങളുടെ പ്രതിഫലം എന്ന് പറയുമ്പോൾ നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണെന്ന് തന്നെയാണ് എനിക്കും ഒരഭിപ്രായമുള്ളത്. കാരണം എന്താണെന്നറിയോ, ഒരു സിനിമ വിജയിച്ചാൽ ഏതോ ഒരു ചക്ക വീണ് ഒരു മുയൽ ചത്തു എന്ന് വെച്ചിട്ട് അങ്ങ് കയറ്റുകയാണ്, ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇപ്പോഴത്തെ ഒരു കൊച്ചു പയ്യൻ അവൻ കയറി വന്നതേ ഉള്ളൂ. അവൻ പോലും ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്നത് 1 കോടിയും 1.5 കോടിയാണ്. ഈ അടുത്തിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമയിലെ ഒരു വലിയൊരു കാരണവരായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു നായക നടൻ്റെ ഡേറ്റ് ചോദിച്ചു പോയപ്പോൾ അദ്ദേഹം ചോദിച്ച തുക മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകയാണെന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾ ആരും ഞെട്ടരുത്. ആ കേട്ട തുക, ആ നായക നടൻ ചോദിച്ച തുക എത്രയാണെന്നറിയോ? 75 കോടി. ഇതെവിടെ ചെന്ന് നിൽക്കും? എനിക്ക് ഒരഭിപ്രായമേ ഇതിനകത്ത് പറയാനുള്ളൂ. ഒരു സിനിമയുടെ മുടക്ക് മുതൽ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു 5 കോടി രൂപയാണെന്നിരിക്കട്ടെ, ഞാനൊരു ഉദാഹരണം മാത്രം പറയുകയാണ്. ഒരു 5 കോടി രൂപയാണ് ഒരു സിനിമയുടെ യഥാർത്ഥ മുടക്ക് മുതൽ എങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ മുടക്കുന്ന ഈ 5 കോടി രൂപയിൽ ഏകദേശം 3.5 കോടി രൂപയും പോകുന്നത് ചില പ്രധാനപ്പെട്ട 1-2 വ്യക്തികളുടെ അല്ലെങ്കിൽ 3 പേരുടെ വീടുകളിലേക്ക് മാത്രമാണ് ഈ പൈസ പോകുന്നത്. ബാക്കി പൈസയാണ് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി 1.5 കോടി രൂപയാണ് ബാക്കി സിനിമയ്ക്ക് വേണ്ടി മൊത്തത്തിൽ ചിലവാക്കുന്നത്. അപ്പോൾ സിനിമ ഏത് നിലവാരത്തിൽ പുറത്തു വരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ കേട്ടിട്ടുണ്ട് SS രാജമൗലിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം ശ്രീദേവിയുടെ ഡേറ്റ് ചോദിച്ചു പോയി. അതിൽ രമ്യാകൃഷ്ണൻ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രം ബാഹുബലിയിൽ അത് ചോദിച്ചു പോയപ്പോൾ അവർ ചോദിച്ച പ്രതിഫലം എന്ന് പറയുന്നത് 25 കോടി രൂപയാണ്. ഈ 25 കോടി രൂപ ചോദിച്ചപ്പോഴേക്കും ശ്രീദേവിയുടെ മുഖത്ത് നോക്കിയിട്ട് യാതൊരു മടിയും കൂടാതെ അന്ന് ആ സംവിധായകൻ SS രാജമൗലി സാറ് പറഞ്ഞ മറുപടി ഇതാണ്: എൻ്റെ സിനിമയ്ക്ക് 150 കോടി രൂപ ബഡ്ജറ്റ് ഉണ്ടാവുമെങ്കിൽ ആ 150 കോടി രൂപയിൽ 125 കോടിയും 4 താരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതിഫലമായി കൊടുത്തിട്ട് ബാക്കിയുള്ള തുകയിൽ സിനിമ ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സിനിമയുടെ സാങ്കേതിക മേന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തുക ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേറൊരു ആർട്ടിസ്റ്റിനെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്ന് അവിടെ നിന്ന് പടിയിറങ്ങുന്നത്. നമ്മുടെ മലയാളത്തിലെ നിർമ്മാതാക്കൾ ഇത് കൊടുത്ത് ശീലിപ്പിച്ചിട്ടാണ്, എൻ്റെ അഭിപ്രായത്തിൽ കൊടുത്ത് ശീലിപ്പിച്ചിട്ടാണ്. ഇന്ന് നോക്കിക്കേ, ഒന്ന് കാരവാനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു ശകലം പോലും വെയിൽ കൊള്ളാതെ കുട പിടിച്ചു കൊടുക്കണം. അവൻ്റെ തുണി ഇങ്ങനെ നനയാതെ മണ്ണിൽ പൊടി പറ്റാതെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകണം. സെറ്റിൽ തന്നെ 3-4 തരം ഭക്ഷണ രീതികളാണ്, നിങ്ങൾക്കറിയുമോ? പ്രധാനപ്പെട്ട നായകനും മറ്റെല്ലാവർക്കും കഴിക്കാനായിട്ട് പ്രത്യേക തരം ആഹാര സാധനങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടെക്നീഷ്യന്മാർക്ക് പ്രത്യേക ആഹാരം. അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിൽ കഞ്ഞിയും പയറും അല്ല, പക്ഷേ ഒരുവിധം സാധാരണ ഒരു ചോറും എന്തെങ്കിലും 1-2 കറി ചിലപ്പോൾ ഉണ്ടായാലായി. ഇതാണ് അവരുടെ അവസ്ഥ. 1500 രൂപയൊക്കെയാണ് അതിന് പേയ്മെൻറ്റ് മേടിക്കുന്നത്. അവർ ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് ഇതിൽ കിട്ടുന്നത് ആ പാവങ്ങൾക്ക് വൈകുന്നത് വരെ നിന്നാൽ 700-800 രൂപയാണ് ഇവർക്ക് ആകെപ്പാടെ കിട്ടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകുന്നതെല്ലാം കോർഡിനേറ്റർമാരാണ്. ഇതെങ്ങോട്ടാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ സിനിമയുടെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള അനാപത്തി ചിലവുകൾ ഒരുപാട് വർദ്ധിച്ചത് തന്നെയാണ് സിനിമ തകരാനുള്ള കാരണം. യഥാർത്ഥത്തിൽ സിനിമ ഇപ്പോൾ 3 കാറ്റഗറി ആയിട്ട്, എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ മെയിനായിട്ട് ഇത്രയും പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിലേക്കാണ്. സിനിമ ഒരു 3-4 വിഭാഗമായി തരംതിരിക്കുക. അതിലൊരു പ്രധാന വിഭാഗം എന്ന് പറയുന്നത് യൂത്ത് ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ്. ഈ യൂത്ത് ഉൾക്കൊള്ളുന്ന സിനിമ എന്ന് പറയുമ്പോൾ അത് കേവലം 2 ദിവസത്തിലപ്പുറം തിയേറ്ററിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ 3 ദിവസം. ഈ 3 ദിവസം കൊണ്ട് യൂത്തന്മാർ മൊത്തം കണ്ട് ഈ സിനിമ അങ്ങ് പോവുകയാണ്. പിന്നെ അതിന് ശേഷം വരുന്നതെന്ന് പറയുന്നത് ഫാമിലി ഓഡിയൻസ് വന്നു തുടങ്ങുകയാണ്. നമ്മൾ പണ്ടൊക്കെ അങ്ങനെയാണ്. കാരണം ആദ്യം ഫാൻസ് വരും, ഫാൻസിന് ശേഷം അല്ലാത്ത കുറച്ച് യൂത്ത് വരും, അതിനുശേഷം ഫാമിലി കയറി തുടങ്ങും. അപ്പോൾ മുതലാണ് ഈ ഗ്രോസ് കളക്ഷൻ വന്നു തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് ഫാമിലി എവിടെ? കാരണം ഈ ഫാമിലിക്കും യൂത്തിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നില്ല. കാരണം അത് നിർമ്മിക്കാനോ അത് ആ ഒരു പാറ്റേണിലുള്ള ഒരു കഥ ചിട്ടപ്പെടുത്താനോ
അതിനുള്ള ഒരു സാങ്കേതിക ജ്ഞാനമോ അതിനുള്ള ഒരു മറ്റ് അറിവുകളോ ആ സിനിമയെക്കുറിച്ചുള്ള ഒരു സിനിമ എങ്ങനെ പിന്നെ അതിൻ്റെ തിരക്കഥ എഴുതുന്ന ഘട്ടം മുതൽ അതെങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ള കാര്യമായ അറിവില്ലാത്ത പലരുമാണ് ഇന്ന് സിനിമ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ തന്നെ അത് ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് സിനിമ ഇത്രയേറെ അധപ്പതിച്ചു പോകുന്നത്, തകർന്നു പോകുന്നത്. നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഞാൻ അക്ഷരം പ്രതി മാനിക്കുന്നു. അത് അങ്ങേയറ്റം വികാരപരമായി സുരേഷ് കുമാർ സാറ് വികാരപരമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയാണ്. കാരണം ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. ഈ താരങ്ങളെന്ന് പറയുന്നത്, ഞാൻ ഈ അഭിനേതാക്കൾ മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയാം. ഞാനൊരു ചെറിയൊരു മ്യൂസിക് ആൽബം ചെയ്തു. ഈ മ്യൂസിക് ആൽബം ചെയ്തപ്പോൾ അതിൽ അഭിനയിച്ച ഒരു മെയിൻ വേഷം അഭിനയിച്ച ഒരു ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റ് രാവിലെ 7 മണിക്ക് വന്നു കേട്ടോ. 7 മണിക്ക് വന്നിട്ട് ഒരു 11 മണിയാകുമ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: ഇത് എത്ര മണിക്ക് തീരുമായിരിക്കുമെന്ന്. എങ്ങനെയുണ്ട്? കാരണം അവർ ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ എപ്പോൾ തീരുമെന്നുള്ളതാണ് അവർക്ക് വിഷയം. അതല്ലെങ്കിൽ അവർക്ക് പെട്ടെന്നൊന്ന് പോകണം. ഒരു ദിവസം പോലും അതിന് വേണ്ടിയിട്ട് പിന്നെ ആ വർക്ക് കംപ്ലീറ്റ് ആയില്ല, മഴയോ മറ്റ് കാരണങ്ങളോ കൊണ്ട് ഒരു ശകലം ഒന്ന് അങ്ങോട്ട് നീണ്ടുപോയാൽ പോലും ഇവരെ ഒരു തരത്തിലും കോപ്പറേറ്റീവ് ചെയ്യില്ല. അവർ വീണ്ടും അടുത്തൊരു ദിവസമാണെങ്കിൽ അതിന് വീണ്ടും പേയ്മെൻറ്റ് ചോദിക്കുകയാണ്. ഇത് നിർമ്മാതാവിന് തിരിച്ചു കിട്ടുമോ ഇല്ലയോ അതൊന്നും വിഷയമല്ല. ഇങ്ങനെ ഒന്നുമല്ല പഴയ ആർട്ടിസ്റ്റുകളെന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ. അതിൻ്റെ വളർച്ചയായിരുന്നു സിനിമയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ എന്ത് തന്നെ ആയാലും ശരി, ഈ സിനിമാ രംഗം ഇനി മേലോട്ട് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ 2 നിർദ്ദേശങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, സീരിയലുകളുടെ സമയത്ത് കുടുംബങ്ങളെല്ലാം സീരിയൽ കാണാനാണ് ഇപ്പോൾ കച്ച കെട്ടിയിരിക്കുന്നത്. അതായത് കുടുംബ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾ അവരുടെ സിനിമാ സംബന്ധിയായിട്ടുള്ള വിവരങ്ങൾ, അവരുടെ സിനിമ റിലീസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കുറച്ചെങ്കിലും അവരുടെ പരസ്യം ഇതിനുള്ളിൽ ഉൾക്കൊള്ളിക്കണം, സീരിയലിൻ്റെ ഇടവേളകളിൽ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായും തിയേറ്ററിൽ പോയി ആ സിനിമ കാണാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും. ഇത് ഏത് സിനിമ റിലീസ് ചെയ്യുന്നെന്നോ എന്തതിനകത്തുണ്ടെന്നോ ഒന്നും അറിയില്ല. തെലുങ്കിലും തമിഴിലും ഒക്കെ ഇത് അല്ല അവസ്ഥ. തെലുങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഈ സിനിമകൾ എങ്ങനെ ആദായകരമായി മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം തെലുങ്കന്മാരിൽ അവരുടെ ജനസംഖ്യയുടെ ഒരു 75% പ്രേക്ഷകരും ശരിക്കും പറയുകയാണെങ്കിൽ നിത്യേന അവർ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അവർ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവിടുത്തെ സിനിമകൾ വിജയിക്കുന്നത്. ഇവിടെ മലയാളത്തിൽ അതല്ല അവസ്ഥ. ഇവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ മാത്രമാണ് അവർ ക്ലാസ് കേട്ട് അല്ലാത്ത രീതിയിലാണ് കുറച്ച് പേര് ഈ സിനിമ കാണാൻ പോകുന്നത്. അതും കേവലം 2 ദിവസം റിലീസ് ചെയ്ത് 2 ദിവസം. ഈ 2 ദിവസം കൊണ്ട് എത്ര സിനിമയ്ക്ക് എത്ര കളക്ഷൻ കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പലതരത്തിലുള്ള ടാക്സുകളും പിന്നെ തിയേറ്റർ വാടകയും ബാക്കി കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്ന അവർക്കുള്ള പേയ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു പോയിട്ട് ഇതിൻ്റെ ഗ്രോസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി. അപ്പോൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മുന്നോട്ടുള്ള കാര്യങ്ങൾ അത് ശരിയാവണ്ണം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പിന്നെ ബന്ധപ്പെട്ടവർക്കെല്ലാം സാധിക്കട്ടെ, സംഘടനകൾക്ക് സാധിക്കട്ടെ, മൊത്തത്തിൽ സിനിമാക്കാർക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.